ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു തവണ കാസിരംഗ നാഷണൽ പാർക്കിൽ പോകണമെന്നും അവിടെ പോയിട്ട് നമ്മുടെ ഒറ്റക്കൊമ്പുള്ള ഇന്ത്യൻ റൈനോസറസിനെ നേരിട്ട് കാണണമെന്നും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ഡിസംബറിൽ ആ ആഗ്രഹം ഞാൻ പൂർത്തിയാക്കി. കാസിരംഗ എന്ന് പറയുന്നത് ഒരു തനി കുഗ്രാമമാണ്. അസാമിലെ ഏറ്റവും വലിയ സിറ്റിയായ ഗുവാഹട്ടിയിൽ നിന്നും ഏതാണ്ട് ഒരു 175 കിലോമീറ്റേഴ്സ് ദൂരെയാണ് ഈ വില്ലേജ് ഉള്ളത്. അപ്പോൾ നമ്മൾ ട്രെയിനിലാണ് പോകുന്നതെങ്കിൽ കാസിരംഗയുടെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഫുർക്കത്തേങ് എന്ന് പറയുന്ന ഒരു സ്റ്റേഷനാണ്. സോ ഗുവാഹട്ടിയിൽ നിന്ന് നമുക്ക് നേരിട്ട് അങ്ങോട്ടേക്ക് ട്രെയിൻ കിട്ടും. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു ഷെയർ ഓട്ടോ പിടിച്ചിട്ട് ഏറ്റവും അടുത്ത ബസ് സ്റ്റാൻഡിൽ പോവുക. അവിടെ നിന്ന് നമുക്ക് കാസിരംഗയ്ക്ക് നേരിട്ട് ബസ് അവൈലബിൾ ആണ്. അപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് ഒരു 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന യാത്രയായിരുന്നു. ഞാൻ കാസിരംഗയിൽ പോകുമ്പോൾ ഒരു കംപ്ലീറ്റ് ബഡ്ജറ്റ് ട്രിപ്പായിരുന്നു. അപ്പോൾ എൻ്റെ ഒരേ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അവിടെ എത്രത്തോളം ചീപ്പായിട്ടൊരു അക്കോമഡേഷൻ കിട്ടുന്നോ അത്രത്തോളം ചീപ്പായിട്ട് താമസിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു അന്വേഷണം എന്നെ കൊണ്ട് എത്തിച്ചത് റിപ്പുജി എന്ന് പറയുന്ന ഒരു മൂപ്പറുടെ അടുത്താണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്താണ് എനിക്ക് അക്കോമഡേഷൻ റെഡി ആയത്. ഡെയിലി റെൻറ്റ് 200 രൂപയാണെന്നും പറഞ്ഞു. സ്വാഭാവികമായിട്ടും 200 രൂപ വാടകയുള്ള സ്ഥലത്ത് വൃത്തി ഉണ്ടാവുമോ, എത്രത്തോളം നല്ല സൗകര്യങ്ങളൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു ഡീസൻറ്റ് ലെവൽ ഉണ്ടാവുമോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ലൈഫിൽ ഞാൻ താമസിച്ചിട്ടുള്ള ഏറ്റവും മെമ്മറീസ് ഉള്ള ഒരു സ്ഥലമായിരുന്നു അത്. ഐ വാസ് കംപ്ലീറ്റ്ലി ടേക്കൺ ബൈ സർപ്രൈസ്. കാരണം അക്കോമഡേഷനൊക്കെ വളരെ മോഡസ്റ്റ് ആയിരുന്നു. പക്ഷേ ആ ഒരു ആംബിയൻസ് ഉണ്ടല്ലോ, അതൊരു രക്ഷയുണ്ടായിരുന്നില്ല. കാരണം ഈ കാസിരംഗ നാഷണൽ പാർക്കിൻ്റെ മെയിൻ എൻട്രൻസ് നിന്ന് ഏകദേശം ഒരു 8 കിലോമീറ്റർ പുറകിൽ ഗ്രാമത്തിൻ്റെയൊക്കെ ഒരു നടുക്ക് അല്ലെങ്കിൽ ഉള്ളിലോട്ട് ആയിരുന്നു ഈ ഒരു അക്കോമഡേഷൻ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് സംഭവം പിടികിട്ടിയത്. ഞാൻ താമസിച്ചത് ഡ്രൈവേഴ്സ് ക്യാബിൻ എന്ന് പറയുന്ന ഒരു ലോഡ്ജ് സെറ്റപ്പിലാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം ട്രാവലേഴ്സ്, അതായത് ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലമാണല്ലോ കാസിരംഗ. അപ്പോൾ ഇവരുടെ കൂടെ ഇവരുടെ ഡ്രൈവേഴ്സും ഉണ്ടാവും, ഈ ടൂറിസ്റ്റ് വണ്ടികൾ ഓടിച്ചു വരുന്ന ഡ്രൈവർമാരും ഉണ്ടാവും. അപ്പോൾ അവർക്ക് താമസിക്കാനായിട്ട് ചില വീടുകളിൽ അവർ സെപ്പറേറ്റ് ആയിട്ടൊരു ലോഡ്ജിങ് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ഒരു താമസിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനാണ് ഡ്രൈവേഴ്സ് ക്യാബിൻ എന്ന് പറയുന്നത്. ഏകദേശം ഒരു 150 200 രൂപയൊക്കെ പെർ ഡേ രീതിയിലാണ് അവർ ചാർജ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന സെറ്റപ്പ് ഉണ്ടല്ലോ, ഈ വീട്, ഇതാണ് ഞാൻ താമസിച്ച സ്ഥലം. പക്ഷേ ലക്കിലി ഞാനവിടെ ചെല്ലുമ്പോൾ ഇതൊരു വളരെ റീസെൻ്റായിട്ട് അവർ ഉണ്ടാക്കിയ ഒരു അക്കോമഡേഷനായിരുന്നു. ആദ്യം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 2 ദിവസത്തേക്കെന്ന് പറഞ്ഞ് ഞാൻ പോയിട്ട് ഞാൻ ഓൾമോസ്റ്റ് അവിടെ 5 ദിവസം താമസിച്ചു. ഈ 5 ദിവസവും ഞാൻ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. എന്നെ സംബന്ധിച്ചോളം കാസിരംഗയുടെ ഒരു ട്രിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നൊസ്റ്റാൾജിയ തരുന്നൊരു ട്രിപ്പായിരുന്നു. കാരണം ഞാൻ ട്രെയിൻ ട്രാവൽ ചെയ്തിട്ട് ഏകദേശം ഒരു 25-30 വർഷം പുറകോട്ട് പോയതുപോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഇപ്പം ഈ വീടിൻ്റെ പുറകു വശമാണ് നിങ്ങൾ ഈ കാണുന്നതൊക്കെ. എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മ വന്നത് പണ്ടൊക്കെ അമ്മ വീട്ടിൽ വെക്കേഷന് പോയി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഇല്ലേ, അതൊക്കെയായിരുന്നു. ഫോർ സ്റ്റാർട്ടേഴ്സ് അവിടെയുള്ള ഒരു മെജോറിറ്റി വീടുകളും ബാംബു, നമ്മുടെ മുള കൊണ്ടുണ്ടാക്കിയതും മണ്ണ് വെച്ചുണ്ടാക്കിയ വീടുകളാണ് ഇപ്പോഴും. അതെനിക്ക് ഭയങ്കര സർപ്രൈസായിരുന്നു. കാരണം എൻ്റെ വീട് എറണാകുളമാണ് സ്വദേശം. അപ്പം നമ്മുടെ അവിടേക്ക് ഇതുപോലെ നാട്ടിൽ കേരളത്തിൽ ഇതുപോലുള്ള വീടുകളൊക്കെ ഇപ്പോൾ ഒട്ടും കാണാനുണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ മേ ബി വല്ല റിമോട്ട് വില്ലേജസിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു പിന്നെ ഈ കാണാവുന്ന റീജിയനൊക്കെ ശരിക്കും പാർക്കിൻ്റെ പുറത്ത് വരുന്ന സ്ഥലമാണ്. അപ്പോൾ കാസിരംഗയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാ വർഷവും ഫ്ലഡ് ഉണ്ടാവും. അപ്പോൾ മൺസൂൺ വന്നു കഴിഞ്ഞാൽ ഒരു 5-6 മാസത്തേക്ക് പാർക്ക് അടച്ചിടും. പിന്നീട് അത് ഒരു വിസിറ്റേഴ്സ് അലൗഡ് അല്ല, കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും റീ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് കാട്ടിൽ നിന്ന് മൃഗങ്ങൾ നാട്ടിലോട്ട് വരും. അപ്പോൾ ഇവരിടയ്ക്ക് റൈനോസറസിനെ കാണാറുണ്ട്. അതേപോലെ നമ്മുടെ മാനും പോത്തും ഇതൊക്കെ താമസിക്കുന്ന ആളുകൾ ജനവാസ കേന്ദ്രങ്ങളിലോട്ട് വരും. പിന്നെ കാസിരംഗയിൽ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഫുഡിൻ്റെ കാര്യത്തിൽ ആസ് എ മലയാളി എനിക്ക് യാതൊരുവിധ ഒരു പ്രോബ്ലം അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം അവരുടെയും സ്റ്റേപ്പിൾഡായിട്ട് ചോറാണ്. പിന്നെ മിക്കവാറും എല്ലാ ഹോട്ടലുകളും ഞാൻ താമസിച്ച വീട്ടിലായാലും എനിക്ക് ഫിഷ് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു രീതിയിലുള്ള കോംപ്രമൈസും ചെയ്യേണ്ടി വന്നില്ല. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പോയൊരു ഫീലായിരുന്നില്ല. എൻ്റെ അതോ പഴയ ആൻസസ്റ്റർ വീട്ടിൽ വെക്കേഷന് പോയ ഒരു അനുഭവമായിരുന്നു എനിക്ക് ഉണ്ടായത്.